8 കോടിയോളം രൂപയാണ് ഒരു ജില്ലയ്ക്ക് NRHM പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്നത്. ഇതിന്റെ വിനിയോഗത്തിലാണ് പത്തനംതിട്ടയിലെ NRHM ഓഫീസ് വ്യാപക ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. ക്യാഷ് വൗച്ചറുകളും ബിൽ ബുക്കുകളും രസീതുകളും ഇല്ലാതെയാണ് ഇവിടെ പണമിടപാടുകൾ നടന്നിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് വളരെ ഗുരുതരമായ വീഴ്ചകൾ നടന്നതായിട്ടാണ്. അതായത് ഏതാണ്ട് 1,31 ലക്ഷം രൂപയുടെ അഴിമതി അവിടെ നടന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾ, അതായത് സർക്കാരിൻ്റെ നിർദ്ദേശം അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേഷനുള്ള ആളായിരിക്കണം ഓഫീസ് സെക്രട്ടറി എന്ന്. ഇത് വെറും 10ാം ക്ലാസ്സുകാരൻ. ചിക്കൻ ഗുനിയ നിർമ്മാർജ്ജനത്തിനായി 80 ലക്ഷം രൂപ മുടക്കിയെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവിടെയില്ല. ശബരിമല കാലത്ത് പമ്പയിലും സന്നിധാനത്തും സൗജന്യ ഭക്ഷണം ലഭിക്കുമ്പോൾ 28 ലക്ഷം രൂപ 50 ഉദ്യോഗസ്ഥർക്കായി NRHMൽ നിന്നും ചെലവഴിച്ചു. കൂടാതെ 3.5 ലക്ഷം രൂപ മുടക്കി LCD ടിവിയും ഡിജിറ്റൽ ക്യാമറയും ഇലക്ട്രിക്കൽ ഓവനും വാങ്ങി. ഇത് ആർക്കു വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ രേഖകളില്ല. കരാർ വാഹനങ്ങൾക്ക് പണം നൽകിയതിലും ക്രമക്കേടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി സ്വാധീനം നടത്തി സ്ഥലം മാറ്റമായി ഇന്നലെ പഞ്ചായത്തിൽ കൂടിയ സമിതിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ച് അടുത്ത ബുധനാഴ്ചയോടുകൂടി ഇവിടെ പോകുന്നു. എന്നിട്ട് നടപടിയില്ല. ഒരു ട്രാൻസ്ഫറിൽ മാത്രം ഇത് ഒതുങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് അല്ലെ സർക്കാർ ലെവലിലോ നടപടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ലോകായുക്തയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. സ്റ്റാഫുകളുടെ നിയമനത്തിലും അറ്റൻഡൻസ് സൂക്ഷിക്കുന്നതിലും കാര്യമായ വീഴ്ചയും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് DMO ആരോഗ്യവകുപ്പിലേക്ക് സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് ദുരൂഹത ഉയർത്തുന്നു. ക്യാമറ പേഴ്സൺ രാജേഷ് വടകരയ്ക്കൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.